ബുർക്കിനോ ഫാസയിലെ ഇബ്രാഹിം ട്രൊയറ ഇപ്പോൾ ലോകം മുഴുവൻ അറിയാവുന്ന നേതാവാണ്. സുഡാനിലും മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും നടത്തുന്നത് എന്തിനാണെന്നും അവിടേക്ക് എന്തിനാണ് സൈന്യത്തെ അയക്കുന്നതെന്നും അവിടെ എന്തിനാണ് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തമ്മിലടിക്കുന്നതെന്നും ഒക്കെ ഇപ്പോൾ ലോകത്തിനറിയാം. ഈ സാമൂഹ്യ മാധ്യമ കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ നറേറ്റീവുകൾ പടച്ചുവിടുക അത്ര എളുപ്പമല്ല. കൗണ്ടർ നറേറ്റീവുകൾ, സത്യങ്ങൾ അതറിയണമെന്ന് ആഗ്രഹിക്കുന്നവരിലേക്ക് പെട്ടെന്നെത്തും. ഇവിടെ ഇബ്രാഹിം ട്രൊയറ എന്ന് പറയുന്ന ബുർക്കിനോ ഫാസയുടെ സർവ്വസൈന്യാധിപൻ, അതിൻ്റെ നേതാവ്, അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് നമ്മളെല്ലാം അറിയുന്നതാണ്, കേൾക്കുന്നതാണ്. പല വേറിട്ട നിലപാടുകളും ഭരണരംഗത്ത് അഴിമതിരഹിതമാക്കാൻ, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ, അതിന് വളരെ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നടപടി നമുക്ക് കൂടി പ്രസക്തമാണ് എന്നത് തോന്നിയതുകൊണ്ടാണ് അത് ചേർത്തെടുക്കണം എന്ന് വിചാരിച്ചത്. സംഗതി വേറൊന്നുമല്ല. നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ സൗദി അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഈ ഗതികേടിലെത്തുന്ന രാജ്യങ്ങളെയും മുസ്ലിം ഭരണകൂടങ്ങളിലുള്ള രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾക്കുമൊക്കെ അവർ സക്കാത്തും സദക്കയും ചാരിറ്റി ഫണ്ടും ഒക്കെ ധാരാളമായി കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിലധികവും അവർ കൊടുക്കുന്നത് പള്ളികൾ പണിയുന്നതിന്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലും ചില പള്ളികളൊക്കെ വളരെ വിശാലമനസ്കരായ പല അറബികളും പണിഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സ്ഥാപനങ്ങളുടെയും ഫണ്ടർ അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഗൾഫിലെ മലയാളികളാണ് ഒരു 50%, ഒരു 10% അവിടുത്തെ തദ്ദേശീയരായ ഇതിനോടൊക്കെ താല്പര്യമുള്ള അറബിമാരുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അൽ ബുസ്താനിൽ ഗുസ്താൻ എന്ന് പറയുന്ന പരിപാടിക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ പരിപാടിയൊക്കെ നടത്തി വിടുന്നത്. അല്ലാതെ അവരുടെ ദീനും അവരുടെ നിലപാടും ഒന്നും നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. കാരണം അവർക്ക് പല കാര്യത്തിലും വേറിട്ട നിലപാടുണ്ട്. ഏകത്വത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ചിലപ്പോൾ കലർപ്പില്ലാത്ത നിലപാടൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മളിവിടെ എടുക്കാറില്ല. ഞാൻ പറയാൻ വന്നത് അതുകൊണ്ടല്ല. ബുർക്കിനോ ഫാസോയിലെ ഇബ്രാഹിം ട്രൊയേറയോട് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദി ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾക്ക് 200 പള്ളികൾ വെക്കുന്നതിനുള്ള കാശ് തരാം എന്ന് പറഞ്ഞു. 200 പള്ളികൾ വെക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ചെറിയ തുകയല്ല. 200 പള്ളികൾ വെക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകിയപ്പോൾ ഇബ്രാഹിം ട്രൊയേറയുടെ മറുപടി എന്തായിരുന്നെന്നറിയുമോ? ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് ഇവിടെ പള്ളികളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് പള്ളിക്കൂടങ്ങളാണ്. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. നിങ്ങൾ ആ പള്ളിയുടെ കാശിന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തരൂ. ഞങ്ങളുടെ മക്കൾ അവിടെ പഠിക്കട്ടെ. അവർക്ക് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനുമൊക്കെയുള്ള ഇപ്പോൾ അത്യാവശ്യം സംഗതികളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫാക്ടറികളില്ല, ഞങ്ങൾക്ക് തൊഴിലിടങ്ങളില്ല, ഞങ്ങൾക്ക് പരിശീലന കേന്ദ്രങ്ങളില്ല. നിങ്ങൾ തരുന്ന ഫണ്ട് അതിനായി നൽകൂ. ഞങ്ങൾ ഒന്ന് ജീവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്കൊരു കാഴ്ചപ്പാടും ലോക ചിന്തയും ഒരു കാഴ്ചകളും ഒക്കെ കാണുന്നൊരു പുതിയ ലോകമുണ്ടാകട്ടെ. അതിനാണ് സഹായിക്കേണ്ടത്. അതിനാണെങ്കിൽ മാത്രം മതി എന്ന നിലപാടെടുത്തു ഇബ്രാഹിം ട്രൊയറ. ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. പിന്നെ ലോകത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പോലും മാറേണ്ട കാഴ്ചപ്പാടിൻ്റെ ഒരു സംഗതിയാണ് അങ്ങ് ആഫ്രിക്കൻ രാജ്യത്തിൽ ബുർക്കിനോ ഫാസയുടെ തലവൻ പറഞ്ഞത്. നമ്മുടെ പള്ളി ദർസുകൾ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ 100 കണക്കിന് 1000 കണക്കിന് വിദ്യാർത്ഥികളെ പഠിച്ചിറക്കി വിടുകയാണ്. ഈ പഠിച്ചിറക്കി വിടുന്ന ആളുകൾക്ക് നാളെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഈ പഠിച്ച സംഗതി കൊണ്ട് എവിടെയെങ്കിലും ഇമാമത്ത് നിൽക്കണം അല്ലെങ്കിൽ പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പള്ളിയാണ് ഉണ്ടാവുക? അല്ലെങ്കിൽ ഈ ചേരി തിരിഞ്ഞ് പള്ളി പണിഞ്ഞ് കൂട്ടി എന്തിനാണിത്? പിന്നെ ഓരോ ഭരണസമിതിയും നിലവിൽ വരുമ്പോൾ വീണ്ടും സൗകര്യങ്ങളില്ലാത്തടത്താവട്ടെ, പഴക്കമുള്ളിടത്ത് അങ്ങനെ ചിന്തിക്കട്ടെ. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് പുതിയ കോടികളുടെ സംഗതികൾ നിർമ്മിച്ച് അതിൻ്റെ ചുറ്റുപാടുകളിൽ പഠിക്കാൻ ഗതിയില്ലാതെ മക്കൾ അലഞ്ഞു തിരിയുമ്പോൾ, ഏതെങ്കിലും നല്ല കോഴ്സുകൾക്ക് പോകാൻ ഫീസ് കൊടുക്കാനില്ലാതെ മനുഷ്യർ വല്ലാതെ പാടുപെടുമ്പോൾ ഇത് കെട്ടിപ്പൊക്കി ഇതിന് നഷ്ടം വരുത്തി 7-8 വർഷം കൊണ്ട് നീളുന്ന പണികളിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? അതുപോലെ തന്നെ പള്ളി ദർസുകൾ പലരും നടത്തുന്നവരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? അത് മരിക്കുമ്പോൾ ഓതാൻ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ മരിക്കുമ്പോൾ ഓതാൻ കുറച്ച് പേരെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളുടെ ഭാവി കളയേണ്ട കാര്യമുണ്ടോ? അവർ നാളെ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളെപ്പോലെ നിങ്ങളെപ്പോലെ മാസം 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കുറഞ്ഞത് 50,000 രൂപയെങ്കിലും ജീവിക്കാൻ ആവശ്യമുള്ളപ്പോൾ അവർ ഏത് മാർഗത്തിൽ കണ്ടെത്തും? അവർക്ക് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന രക്ഷകർത്താക്കളോട് പറയുകയാണ്,
നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം, വിദ്യാഭ്യാസം എല്ലാം അള്ളാഹുവിൻ്റേതാണ്, എല്ലാം പടച്ചവൻ്റേതാണ്, എല്ലാം ഉടയതമ്പുരാൻ്റേതാണ്, എല്ലാം ദൈവത്തിൻ്റേതാണ്. നീ നാഥൻ്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞത് പള്ളി ദർസുകളിൽ മാത്രം പഠിക്കാൻ പറഞ്ഞതല്ല. എല്ലാ വിജ്ഞാനവും പടച്ചവൻ്റേതാണ്. എല്ലാ ശാസ്ത്രത്തിലും ആ ശാസ്ത്രത്തിന് നിദാനമായ എല്ലാ ഫൗണ്ടേഷനും അതേ പടച്ചവനിൽ നിന്ന് തന്നെയുള്ളതാണ്. ആ ബോധ്യത്തിൽ മക്കളെ പഠിപ്പിക്കാനാവണം. ഞാൻ ഈ അടുത്ത സമയത്തൊരു വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ എൻ്റെ പള്ളിയിൽ ഇമാമ് പറയുന്നത് കേട്ടു. വേറൊന്നുമല്ല, ഭയങ്കര സന്തോഷം തോന്നിയത്തെ അദ്ദേഹത്തിന്. അദ്ദേഹം പള്ളിയിൽ ചെന്നപ്പോൾ ഈ ഹോസ്പിറ്റലിലെ സർജന്മാരടക്കമുള്ളവർ ആ യൂണിഫോമിൽ നിന്ന് നിസ്കരിക്കുന്നു. അല്ലാതെ വന്ന് നിസ്കരിക്കുന്നവർ ഇത്തിരി കഴിയുമ്പോൾ പലരും വാതിലിരുന്ന് മിസ്കീന്മാരായി പേപ്പറിട്ട് സാമ്പത്തികം ശേഖരിക്കുന്നവരുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേരുണ്ട്. പല ദർസുകളിലും 100, 150, 200 കുട്ടികൾ പഠിച്ചിറങ്ങി. ആ ദർസ് നടത്തുന്ന ഉസ്താദിനോട് ചോദിക്കണം എത്ര പേർക്ക് അതിൽ നിന്ന് ജീവിക്കാൻ ഒരു വരുമാനമുണ്ടാകുന്ന എന്തെങ്കിലും സേവനത്തിനുള്ള അവസരം കിട്ടി. അപ്പോൾ എല്ലാവരും പറയും അത് ഖിദ്മത്തിനാണ്, അതിൽ സേവനമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് അങ്ങൊരു സേവനമായി ഇതെല്ലാം ചെയ്യാമോയെന്ന് ചോദിച്ചാൽ നടക്കുമോ? നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബുർക്കിനോ ഫാസോയിലെ ഇബ്രാഹിം ട്രൊയേറ ചിന്തിക്കുന്ന, ആഫ്രിക്കൻ രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധികളിൽ ഒരു ഭരണാധികാരി ചിന്തിക്കുന്നത്, ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ചിന്തിക്കാൻ തയ്യാറാകണം. ഭൗതിക വിദ്യാഭ്യാസം അഥവാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ നിർബന്ധമാക്കണം. അതിനായിരിക്കണം ടോപ്പ് പ്രയോറിറ്റി. ദറസുകളിൽ 70% അത് പഠിപ്പിക്കണം, 30% അടിസ്ഥാനപരമായ ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ക്വാളിറ്റിയുള്ള വർത്തുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം, അഴിമതിക്കാരല്ലാത്ത കളക്ടർമാരുണ്ടാകണം. അതുകൊണ്ടാണ് ചില മൂവ്മെൻറ്റുകളെ, വഫിയ പോലെയുള്ള മൂവ്മെൻറ്റുകളെയൊക്കെ നമ്മൾ പിന്തുണച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഉസ്താദിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോടോ ഉള്ള അമിതമായ ഇഷ്ടമോ വിരോധമോ അല്ല. കാഴ്ചപ്പാടുകൾ കാലത്തിനനുസരിച്ച് മാറേണ്ടത് ആവശ്യമാണ്.